നമസ്കാരം. നല്ല പൂ പോലുള്ള ചൂടൻ ഉഴുന്നുവട, പഞ്ഞു കണക്കുള്ള ഇഡ്ഡലി, മുരുമുരായുള്ള നെയ്റോസ്റ്റും മസാലദോശയും, നറുനെയ്യിൽ തയ്യാറാക്കിയ കേസരി, പിന്നെ പൊങ്കലും ഉനിയൻ ഊത്തപ്പവും, അങ്ങനെ അടിപൊളി വെജിറ്റേറിയൻ ഫുഡ് ഏതു നേരവും കിട്ടുന്ന ഹോട്ടലാണിത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പ്ലാസ ജംഗ്ഷനിലെ ക്വാളിറ്റി ഹോട്ടൽ. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ ഹോട്ടലിൽ ഈ ലോക്ക്ഡൌൺ കാലത്തും ആൾക്കാരുടെ തിരക്കുണ്ടാകണമെങ്കിൽ അതിൽ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടായിരിക്കണമല്ലോ. ഉണ്ട്. അവരുടെ മേക്കിങ്ങിലുള്ള കൃത്യതയും ആത്മാർത്ഥതയും ഒക്കെയാണ് ഇതിന് പിന്നിൽ. ഭയങ്കര തിരക്കാണ് സാറേ, എന്തുട്ടാണ് തിരക്ക്. പഞ്ഞി പോലെ ഇരിക്കും ഈ വട. സാധാരണയാലും ഇങ്ങനെ നമ്മൾ ഇരുമ്പ് പോലെ ഇരിക്കുന്ന വടയൊക്കെ തിന്നാറ്. അത് ഇഡ്ഡലിൻ്റെ വലിപ്പം ഒന്ന് ശ്രദ്ധിച്ചോ. കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട ക്വാളിറ്റി ഹോട്ടലിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്കായി ഫുഡ് ആൻഡ് മൂവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ആയിരത്തി 1955 സ്ഥാപിതമായ ക്വാളിറ്റി ഹോട്ടലാണിത്. ഇപ്പോൾ ഏകദേശം 66 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു പിൻബലമുള്ള ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഒന്നാണ് കണ്ണൂരിലെ. പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ക്വാളിറ്റി എന്ന പേര്. വട, പ്രത്യേകിച്ച് വട, ഇവിടുത്തെ വട വളരെ ഫേമസ് ആണ്. പിന്നെ ഊത്തപ്പം, വെങ്കായ ഊത്തപ്പം എന്ന് പറഞ്ഞാൽ ഉള്ളി ആയിട്ടുള്ള വെങ്കായ ഊത്തപ്പം, പിന്നെ ബർത്തൂര, ചെന ബർത്തൂര, ചപ്പാത്തി, മസാല ദോശ, സാദാ ദോശ, നിരവധി വിഭവങ്ങൾ. ഉച്ചയ്ക്ക് നമ്മൾക്ക് വെജിറ്റേറിയൻ ബിരിയാണി, സാദാ ഊണില്ല, വെജിറ്റേറിയൻ ബിരിയാണി ഉച്ചയ്ക്ക്. അത് വളരെ സ്വാദിഷ്ടമായ വെജിറ്റേറിയൻ ബിരിയാണി. നമ്മൾക്കിതിൻ്റെ മേക്കിംഗ് ഒന്ന് കാണാം. പ്രത്യേകിച്ച് ഇവിടുത്തെ ഉഴുന്നുവടയുടെ മേക്കിംഗ് ഒന്ന് കാണാം. അതിൻ്റെ എരിവാണ്. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, ജീരകം. നമ്മളിത് എപ്പോഴാണ് തുടങ്ങി ക്വാളിറ്റി തുടങ്ങിയത് അവരുടെ ഫാദർ പറയുന്നത് കേട്ടോ. നേരം പിന്നെ 55 രജിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞത്. 55 അപ്പോൾ 45, 66 കൊല്ലായി. 18 വയസ്സിൽ വന്നതാണ്. ഇപ്പോഴും 60ാമത്തെ വയസ്സെത്തിയിരിക്കുന്നത്. ഈ ഹോട്ടൽ പണി വേണ്ടവർക്ക് കുറച്ച് കിട്ടുന്നു. പിന്നെ രണ്ടാമത് വിളിക്കന്നെ വന്നു. ഓ, ചേട്ടൻ നാട് എവിടെയാ പറഞ്ഞത്? ഒറ്റപ്പാലം. ഓ, അത് ശരി. ചട്നി ഉണ്ടാവും. ചുവന്ന ചട്നി വേറെ ഉണ്ടല്ലോ അല്ല ഇതിന്? വെള്ള ചട്നി, ചുവന്ന ചട്നി, സാമ്പാർ. അപ്പോൾ ഇത് നമ്മൾ ഒരു പാകം ആവാൻ എത്ര ഒരു സമയം പിടിക്കും? ഇതൊരു ട്രിപ്പ് വെറുതെ എടുക്കുമ്പോൾ നമ്മളൊരു 8 മിനിറ്റ് എല്ലാം ആവും. 8 മിനിറ്റ് മതി. 8 മിനിറ്റ്. ഓ, ഇത് വെന്ത് കിട്ടാം. 8 മിനിറ്റ് കൊണ്ട് വട റെഡി. മുരു വട അല്ലേ? മുരുവായിരിക്കും വട. സാധാരണ നമ്മൾക്ക് വടയേക്കാളും ഇച്ചിരി കൂടി വലിപ്പമില്ലേ നമ്മളെ വട അല്ലേ? അതെ, വലിപ്പം നമ്മുടെ വടക്ക് സോഫ്റ്റ് കിട്ടും. പിന്നെ ഒന്നാം നമ്പർ ഉഴുന്ന ഫസ്റ്റ് ക്വാളിറ്റി. ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്ന ഉപയോഗിക്കും. അതുകൊണ്ട് ഈ സോഫ്റ്റ്നെസ് കൂടുതൽ. ചില ആളുകൾ ഈ ചോറെല്ലാം അരച്ച് ചേർക്കുന്നുണ്ടോ വടയിൽ? അങ്ങനെയൊന്നുമില്ല. ചോറൊക്കെ അരച്ച് ചേർക്കുന്നെങ്കിൽ അത് ശരിയാവില്ല. വട ഗട്ടിയാവാനേ സാധിക്കില്ല. സോഫ്റ്റ് വരില്ല. ആദ്യം ക്വാളിറ്റി എന്നത് പേര്, പിന്നെ എങ്ങനെ ന്യൂ ക്വാളിറ്റി ആയി? അത് ആദ്യം ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ അവർ ഏട്ടനനിയന്മാർ അങ്ങോട്ട് പാർട്ട്ണർഷിപ്പ് അങ്ങോട്ട് ആയപ്പോൾ പിന്നെ അനിയൻ ന്യൂ ക്വാളിറ്റി ആക്കി. ന്യൂ ക്വാളിറ്റി. അപ്പോൾ ചേട്ടൻ്റെ എവിടെയുള്ള? ചേട്ടൻ്റെ ക്വാളിറ്റി ഇപ്പം ഇല്ല, ക്ലോസ് ആക്കി. ഓഹോ, അത് ശരി. അതാണ് ന്യൂ ക്വാളിറ്റി. ഏറ്റവും പഴക്കമുള്ള ഒരു ഹോട്ടലായി. രാവിലെ നമ്മൾ 7 മണിക്ക് തുറക്കും ഹോട്ടൽ. 6:30 തുറക്കും. 6:30 തന്നെ ഹോട്ടലിൽ വേണ്ടി. ഞാനൊക്കെ 4:30 വരും ഡ്യൂട്ടിക്ക്. 4:30 വന്നാൽ 6:30 ആവാൻ കഴിയും. പിന്നെ വെങ്കായ ഊത്തപ്പം ഉണ്ട് അല്ലേ നമുക്ക്? അത് എത്ര മണിക്ക്? അത് രാവിലെ തന്നെ ഉണ്ടോ? വെങ്കായ ഊത്തപ്പുണ്ട്, മസാല ദോശയുണ്ട്. ഉച്ചക്ക് എന്തൊക്കെ ഉണ്ടാവും? ഉച്ചക്ക് പിന്നെ വെജിറ്റബിൾ ബിരിയാണി. പിന്നെ ഓർഡിനറി മീൽസ് ഇല്ല? ഓൺലി വെജിറ്റേറിയൻ ബിറ്റാണ്. ഓക്കെ. ഉഴുന്നുവട പോലെ തന്നെ എപ്പോഴും പൂരിയും ഇവിടെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ എല്ലാം കിട്ടുന്നത് നല്ല ചൂടോടെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ തയ്യാറാക്കുന്ന മസാല ദോശയും നെയ്റോസ്റ്റും. നല്ല ചൂടോടെ
ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. ഇതിൽ നല്ല നെയ്യ് തന്നെയാണ് നെയ് റോസ്റ്റ് ചേർക്കുന്നത്. അത് ഏതാകൃതിയിലും ഇവർ ചെയ്തു തരും. കുമ്പിള് പോലെയോ അല്ലെങ്കിൽ നീളത്തിൽ തന്നെ ഉള്ള നെയ് റോസ്റ്റും. അതേപോലെ മസാല ദോശയുടെ മസാലയും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റായ ഇഡ്ഡലിയാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത്. ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാനായിട്ട് പ്രത്യേക ഇഡ്ഡലി മേക്കറുണ്ട്. ഇങ്ങനെ എപ്പോഴും ഇഡ്ഡലി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നല്ല ചൂടുണ്ടാവും നമുക്കിവിടുന്ന് കിട്ടുന്ന ഇഡ്ഡലിക്ക്. ആ ചൂടുള്ളത് കൊണ്ട് തന്നെയാണ് ആ സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്വാളിറ്റി ഹോട്ടലിൻ്റെ ഇപ്പോഴത്തെ ഓണർ ശ്രീ ജഗദീഷ്. 1985 എൻ്റെ ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, അച്ഛനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫാദർ പ്രിൻസിപ്പളുണ്ട്. ഫാദർ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. അതെല്ലാം ഒരു സാധനം സെക്കൻഡ് ക്വാളിറ്റി എടുക്കാറില്ല. അത് കൊടുക്കുന്ന സ്റ്റഫ് വളരെ നന്നായിരിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റഫ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അത് ആ പാതയിൽ നിന്ന് ഞാനും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ 1994 മുതൽ ഞാൻ സജീവമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അച്ഛൻ പിന്നെ ആന്ധ്രയായിരുന്നു? ഇല്ലല്ല, അച്ഛൻ ആന്ധ്രയല്ല. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എത്ര ജനറേഷൻ കഴിഞ്ഞുള്ളതാണ്. അതായത് മദർ ടങ് തെലുഗുവാണ്. പക്ഷെ ഞങ്ങൾ ഏകദേശം ഒരു 10-500 വർഷം മുന്നേ ഒരു ആന്ധ്രയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് എന്ന് പറയാം. മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു അങ്ങനെ കണ്ണൂരുകാരായി നമ്മൾ കാസ്റ്റുള്ള ആൾക്കാർ ആ ടൈം ശരി ബ്രിട്ടീഷ് ആർമീൻ്റെ കൂടെ എന്തോ അവരെ കൂടെ വാരിയേഴ്സ് ആയിട്ട് വന്നു. പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ സെറ്റിൽ ചെയ്തു. അതിൽ കുറേ പേര് കർണാടക, കുറേ തമിഴ്നാട്, കുറേ കേരള, അങ്ങനെ പല സ്ഥലത്തുമായിട്ട് അങ്ങനെ സെറ്റിൽ ചെയ്തതാണ്. അതിലിപ്പോൾ ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്ത് എത്ര വർഷമായെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കൃത്യമായിട്ട് അറിയില്ല. അപ്പം മദർ ടങ് ഇപ്പം വീട്ടിൽ തെലുങ്കാന സംസാരം, സംസാരം, പക്ഷേ മലയാളം ഫ്ലുവൻ്റ് ആണ്. അങ്ങോട്ട് ആന്ധ്രയിൽ ആന്ധ്രയിൽ ഇപ്പം അങ്ങനെ ടെൻഷൻസ് ഒന്നുമില്ല. പിന്നെയും എൻ്റെ ഗ്രാൻഡ് ഫാദർ വന്ന് ഊട്ടിയാണ്. ഊട്ടി അപ്പോൾ ഊട്ടിയിലുള്ളതുകൊണ്ട് ഊട്ടിയിൽ കുറച്ച് റിലേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ വൈഫ് ഹൗസും ഊട്ടിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കണ്ണൂർ എവിടെയാണ് സെറ്റിൽ ആയത് ജഗദീഷ്? ഞാൻ ആദ്യം താമസിച്ചത് തെക്കി ബസാറായിരുന്നു. ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ചാലാട് വീടെടുത്ത് താമസമാണ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ ഇഡ്ഡലി, വട, പൂരി, ഉപ്മാ, പൊങ്കൽ, കേസരി പൈനാപ്പിൾ കേസരിയാണ്. അത് അതിൽ ഇതൊന്നും മറ്റേ ഇതൊന്നുമില്ല, എസൻസ്, ഒരു കലർപ്പും ഇല്ലാത്ത എസൻസോ അങ്ങനത്തെ ഒരു സാധനം ഇവിടെ അല്ല. പിന്നെ ഏതൊരു സാധനം എടുക്കുമ്പോൾ ഞാനും പാതിൽ തന്നെ തുണ്ടത് ഏതാണെന്ന് ഫസ്റ്റ് ക്വാളിറ്റി എണ്ണ, ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നായിക്കോട്ടെ എന്ന ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. സാധനം എടുക്കുന്ന സാധനം നല്ല സ്റ്റഫ്, കുടിക്കുന്ന സാധനം നല്ല സ്റ്റഫ്, അത്രയേ ഉള്ളൂ. ഉച്ചക്ക് വെജ് ബിരിയാണി. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാണ് പിന്നെ ഭട്ടൂര. വൈകിട്ട് ചന ഭട്ടൂര ഉണ്ട്, പൂരി ഉണ്ടാവും. പിന്നെ ഇതേപോലെ രാവിലത്തെ റോസ്റ്റ്, മസാല ദോശ എല്ലാം ഉണ്ടാവും. ചപ്പാത്തി ഉണ്ടാവും. പൂരി വൈകിട്ടുണ്ടോ? പൂരി വൈകിട്ട് ഇടാറുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ പൂരി തൽക്കാലം ഇടാറില്ല. ഒരുപാട് ഐറ്റംസ് ചെയ്യാറില്ല. അതായത് പറഞ്ഞാൽ ചെയ്യുന്ന ലിമിറ്റഡ് ഐറ്റംസ് മാത്രമേ ചെയ്യുള്ളൂ. അത് മാക്സിമം, അതായത് പറഞ്ഞാൽ മാക്സിമം എൻ്റെ പ്രിൻസിപ്പൾ ഒന്ന് മാക്സിമം വേസ്റ്റേജ് കുറക്കാം. സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മൊത്തമായിട്ട് തീരണം. പിന്നെ ഈ ഗോബി മഞ്ചൂരിയോ ഇല്ല, അങ്ങനത്തെ ചൈനീസ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. എന്നല്ല ഇവിടെ വന്ന് പനീർ ബട്ടർ മസാല ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനം ചൈനീസ് ഒന്നും ഇപ്പോൾ ഇൻസ്റ്റന്റ്ലി ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. 48 സീറ്റിൽ എനിക്ക് തോന്നുന്നു ഇത്ര ഐറ്റംസ് മതി. ഇതിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റേജുകൾ വരും. വട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട എനിക്ക് ഒരു 10-20 കിലോ ഉഴുന്ന്
ഏകദേശം ഒരു 500 വട ഉണ്ടാവുമോ? 500 അതിൽ മേൽപോട്ട് പോകും. ഒരു 1500 വടയിൽ മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ക്വാളിറ്റി നമ്മളിപ്പോൾ ക്വാളിറ്റിയുടെ നമ്മൾ ഒന്ന് രുചിച്ച് നോക്കുകയാണ്, കഴിക്കാൻ പോവാണ്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് വട, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വടയുണ്ട്, ഇഡ്ഡലിയുണ്ട്, അതേപോലെ ഇതുണ്ട് മസാല ദോശ, ചൂടാന മസാല ദോശ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ഡിസേർട്ട് പോലെ കഴിക്കാൻ ഇതാ കേസരി. അത് ഇത്രയല്ല, സ്കൂപ്പായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ നമുക്ക് വേണ്ടി കലർപ്പില്ലാത്ത കേസരിയാണ്. അതുകൂടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് ശരി. ആ വടയൊന്ന് കഴിച്ചു നോക്ക്. വട ഇതാ കഴിക്കാൻ പോകുന്നു. മുരുമുരയാന വട, സൂടാന വട. സൂടാന വട താൻ ചൊല്ലണം, തമിഴിൽ അപ്പടിത്താൻ ചൊല്ലുക. സാമ്പാറുണ്ട് വടക്ക്, ഇത് വൈറ്റ് ചട്നി ഉണ്ട്, പിന്നെ ഇതാ ഈ ചുവന്ന ചട്നി. ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മെല്ലെ മുരുമുരാന്നിരിക്കും സാർ. நீங்கள் சாப்பிட்டா தெரியும், சாப்பிட்டு பாருங்களேன் நீங்கள். പിന്നെ വേറൊരു പ്രത്യേകത ഈ വടക്ക് പറയാനുള്ളത്, എക്സ്ട്രാ സോഫ്റ്റ്നെസ്. ഇതാ പഞ്ഞി പോലെ ഇരിക്കും ഈ വട. സാധാരണയാൽ ഇങ്ങനെ നമ്മൾ ഇരുമ്പ് പോലെ ഇരിക്കുന്ന വടയൊക്കെ തിന്നാറുണ്ട് ചില ഹോട്ടലിൽ പോയാൽ. ഇതാണ് ഇവർ പറയുന്നത്. അതാണ് നമ്മൾ ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്ന് മാത്രമേ ഇതിന് ഉപയോഗിക്കുമെന്ന് പറയാൻ കാരണം. നല്ല ഇഡ്ഡലിൻ്റെ വലിപ്പം ഒന്ന് ശ്രദ്ധിച്ചോ. സാധാരണ വലിപ്പത്തിൽ നിന്നും കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ് ഈ ഇഡ്ഡലിക്ക്. നല്ല ഇഡ്ഡലി, തുമ്പപ്പൂപോലെ വെളുത്ത ഇഡ്ഡലി കേട്ടോ. തുമ്പപ്പൂപോലെ വെളുത്ത ഇഡ്ഡലി. ഇതാ തുമ്പപ്പൂപോലെ വെളുത്ത ഈ വൈറ്റ് ചട്നിയും കൂടി ചേർത്ത് ഒരു പുളി. നമ്മുടെ ഫുഡ് ആൻഡ് മൂവി ഇത്തവണ സ്റ്റേഷൻ റോഡിലെ ക്വാളിറ്റി, ന്യൂ ക്വാളിറ്റി ഹോട്ടൽ, പാരമ്പര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ വാക്ക് എന്ന് പറയാം ഈ ഹോട്ടൽ. ഇപ്പോൾ തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇതാ നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ ആളുകൾ വരുന്നു. അതിലേറെ ആളുകൾ പാർസൽ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു. വാ, കേസരി നെയ്യ്, നെയ്യിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നെയ്യ്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഡെലീഷ്യസ് സാർ. സാർ ഈ മസാല ദോശ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അതെ, ഞാൻ ഇവിടെ ഞാൻ തയ്യാറാക്കുന്ന കണ്ടിരുന്നു. തയ്യാറാക്കുന്ന നേരത്തെ കണ്ടല്ലോ നിങ്ങൾ, നമ്മൾ എടുത്തതാണല്ലോ. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. പിന്നെ ഇതാ ഒരു ചുവന്ന ചട്നിയും കൂടി ഒന്ന് പിടിക്കും നിങ്ങൾ. ചുവന്ന ചട്നിയും കൂടി പിടിക്കും. ചുവന്ന ചട്നി പിടിച്ച് സാമ്പാറിലൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ഒരു പൂ പോലെ അതിലൊരു വൈറ്റ് ചട്നിയിൽ വന്നിട്ട് എന്നിട്ടൊരു പിടി പിടിച്ച് നോക്ക് സാർ. മസാലയുണ്ട്. അതാണ് മസാല ദോശ എന്ന പേരിൽ അറിയപ്പെടും. യെസ്, മസാല ദോശ കൂടുതൽ കസ്റ്റമർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വടയാണുള്ളത്. വടയാണ് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വടയെ കുറിച്ച് പറയുന്നു. വടയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടം വടയാണല്ലേ? അപ്പോൾ നിങ്ങൾ കുറേ കാലമായി വരും ഇവിടെ? ഇവിടെ കുറേ ആയി. ഇവിടെ വന്ന് രാവിലെ ഒരു വടയും ചായയും പതിവാണ്. സ്ഥിരം നല്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ടാണ്. വേറൊരു ഹോട്ടലിന് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടിയിട്ടില്ല. എന്താ പേര്? എൻ്റെ പേര് ലിപിൻ. ലിപിൻ എവിടെയാ? ഞാൻ തോട്ടട, കണ്ണൂർ. ഹലോ, നമ്മൾ ഫുഡ് ആൻഡ് മൂവി എന്നാണ്. ഫുഡ് ആൻഡ് മൂവി സ്ഥിരമായി വരാറുണ്ട് ഇവിടെ? ഇവിടെ വരാറുണ്ട്. നല്ല പാർസൽ വാങ്ങാൻ വന്നു അല്ല ഇപ്പോൾ കഴിക്കാൻ വന്ന? ഇവിടെ കഴിക്കാനും പറ്റും, പാഴ്സലും പറ്റും. നല്ല ഫുഡാണ്. പൊതുവേ ഞാൻ കുറേ കാലമായിട്ട് കഴിക്കുന്നതാണ്. ഇവിടെ തന്നെ സ്ഥിരമാണ്. ഇവിടെ പേര് സൈറേഷ് എന്നാണ് പേര്. എവിടെ? കോഴിക്കോടാണ്. കഴിച്ചോ? ക്വാളിറ്റി, നമ്മൾ ഫുഡ് ആൻഡ് മൂവി എന്നാണ്. ക്വാളിറ്റി ഈ ഹോട്ടലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല ഫുഡാണ്. കുറേ കാലമായി ഇവിടെ വരുന്നത്? ഇല്ല, ഞാൻ ആദ്യമായിട്ട്. ആദ്യമായിട്ടോ? ഇഷ്ടപ്പെട്ടു? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. എവിടെയാ നമ്മുടെ സ്ഥലം? പത്തനംതിട്ട. പേര് മാത്യു. അപ്പോൾ ഇനി എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒന്നുകൂടി ഇങ്ങോട്ട് വരാമെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു രുചി ഇല്ല? ഇവിടെ വന്നു കഴിഞ്ഞാൽ വരും, തീർച്ചയായിട്ടും വരും. ഇഷ്ടപ്പെട്ട ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ എന്ത് തന്നെയാലും ഇവിടെ തന്നെ വരും. അത്ര രുചികരമാണ് ഇവിടുത്തെ ഭക്ഷണം. നമുക്ക് എപ്പോഴും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആണ്. രാവിലെ ആയാലും ഇനി വൈകുന്നേരം വേണ്ടി വന്നാലും ഇവിടെ തന്നെ വരാറ്. ഞാൻ സാധാരണ ഇവിടെ ഇഡ്ഡലിയും വടയാണ് കഴിക്കാറ്. പിന്നെ മസാല ദോശ കഴിക്കും. വീട്ടിൽ കുട്ടികൾക്കെല്ലാം വേണ്ടിക്കൽ പാർസൽ മേടിക്കും. അവർക്ക് ഇവിടുത്തെ ഭക്ഷണം വലിയ ഇഷ്ടമാണ്. ഞാൻ കണ്ണൂർ തന്നെയാണ്. KCBയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും ജഗ്ഗുവായിട്ട് ഇതാ എൻ്റെ ഫ്രണ്ട് ഇതാ ജിജി ഫിലിപ്പിൻ്റെ പരിചയത്തിൽ ജഗ്ഗു എന്നാ വിളിക്കുക. അപ്പോൾ ജഗദീഷും ഈ ജിജി ഫിലിപ്പൊക്കെ ഒരുമിച്ച് ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ നമ്മളുള്ള അങ്ങനെ ഒരു ഗ്രൂപ്പ് പരിചയത്തിൽ ഇവിടെ നമ്മൾ നേരത്തെ 10-25 കൊല്ലം 28 കൊല്ലം മുമ്പേ വരാറുണ്ട്.
നേരത്തെ എന്താ പറയുക ഇവിടെ സ്റ്റേഷൻ റോഡിൽ തന്നെ മെയിൻ റോഡിൽ തന്നെയായിരുന്നു ക്വാളിറ്റി. ജഗ്ഗുവിൻ്റെ അച്ഛനായിരുന്നു എന്താ പറയുക അവിടെ ക്യാഷ് കൗണ്ടറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അച്ഛൻ പോയതിനു ശേഷം ഇത് ജഗദീഷാണ് മുഴുവൻ അതിൻ്റെ ചാർജ്. എൻ്റെ പേര് ജിജി ഫിലിപ്പ്. ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ താലൂക്ക് സർവേയറായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ജഗ്ഗു ഞാൻ ക്ലാസ്മേറ്റ്സാണ് 89 ബാച്ചിലെ. അന്ന് മുതലേ ഉള്ള നമ്മളൊരു ബന്ധമാണ്. ഇതുള്ളത് വടയാണ്. ഇതാ ഇപ്പോൾ ഇവിടുന്ന് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പാർസൽ വാങ്ങി വെച്ചിട്ട് അത് വന്നെടുത്തോ കൊണ്ടുപോകുമ്പോൾ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. വടയാണ് നമ്മളെ ഫേവറേറ്റ് ഭക്ഷണം. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്